Hi guys, welcome back to my YouTube channel. So ഞാൻ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊരു വീഡിയോ എടുക്കാം, വെറുതെ എടുക്കാം. ലൈക്ക് ഐ തിങ്ക് 1.5 month ആയി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു മാസം നമുക്കറിയാം, കഴിഞ്ഞ മാസം ഫുള്ള് നോമ്പായിരുന്നു. അപ്പം എനിക്കങ്ങനെ ഓവറായിട്ട് സംസാരിക്കാനുള്ള എനർജി ഒന്നും അപ്പം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു മാസമായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ ഒരു ഹാഫ് മന്ത് അത് എപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടാവും, ലൈക്ക് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര നാളും കുറച്ചൊരു ബ്രേക്ക് എടുത്തത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ഇതൊക്കെ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഒരിക്കലും ഞാനൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ കുറേ നാൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഇരുന്ന അതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതി എന്തൊക്കെ പോയിന്റ്സ് ആണ് പറയേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാറ്. ഇത് ഭയങ്കര ക്വിക്കായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അതൊന്നും എനിക്ക് എത്രമാത്രം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ബുക്കൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കേണ്ടാവുക, ഇത് നോക്കിയിട്ട് ഈ പോയിന്റ് പറയണം ആ പോയിന്റ് പറയണം എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിട്ടാണ്. എനിക്കറിയില്ല എത്രത്തോളം നന്നായിട്ട് വരും എനിക്കറിയില്ല. ഇന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് എടുക്കാനേ പറ്റില്ല. വരയ്ക്കാൻ ഭയങ്കര ബാഡാണ്. ടു ക്രിയേറ്റ് സം എനർജി, ടു ക്രിയേറ്റ് സം മോട്ടിവേഷൻ ടു ഡു സം വർക്ക്. ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാനൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ടാവുക. അപ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെ പറയാം, നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ എന്താണ് ഫുള്ള് ബ്ലാങ്കാണ്, എന്താ പറയേണ്ടത് എന്താ ഇതാക്കേണ്ടതെന്നൊന്നും അറിയണില്ല. അപ്പം എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയുകയാണ്, ഭയങ്കര ക്വിക്കായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു പ്രീപ്ലാൻമെൻറ്റും ഇല്ലാണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിറ്റാറ്റ് പോലെ പറഞ്ഞിട്ട് ഇടാം. കാര്യം കുറേ നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ടും കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി പറഞ്ഞേക്കാം. ലൈക്ക് നമ്മളിപ്പം ഐ തിങ്ക് ഫസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത് വാസ് ഓൺ ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലാണ്. ഒക്ടോബർ ലാസ്റ്റോ എന്തോ ആണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ആൻഡ് ഇറ്റ്സ് ബീൻ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 5 months ആയിട്ടുള്ളൂ. 500 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ ഞാൻ പറയുകയാണ് ഭയങ്കര താങ്ക്ഫുൾ. കാര്യം ഞാൻ ഒരിക്കലും എന്താ പറയുക ഇട്ടുമ്പോൾ തന്നെ ഭയങ്കര ഫേമസ് ആവണം അങ്ങനെ നോക്കിയാൽ ഞാൻ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സിൻ്റെ ആളാണ്. ഞാൻ എത്ര ടൈം ഉണ്ടെങ്കിലും ഞാൻ ആ ടൈമിൽ മാത്രമാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു 500 ആയാലും സോ ഹാപ്പി. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു 1 year ആയതിൻ്റെ വീഡിയോ ഞായിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ കാണാത്തവരെ കാണുക. അപ്പം ഈ പറഞ്ഞ പോലെ അപ്പോൾ 1 year ആയി, ഇവിടെ 5 months ആയി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഭയങ്കര കൈൻഡ് ഓഫ് കോർ മെമ്മറി മൈൽ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണ ഒരു കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ. അപ്പം സോ താങ്ക്ഫുൾ. അപ്പം ഇനിയും 1000 പെട്ടെന്ന് ആവട്ടെ, അല്ലെങ്കിൽ കാണുന്നവരൊക്കെ പ്രയത്നം സബ്സ്ക്രൈബ് ചെയ്യുക 1000 ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, അപ്പോൾ ഈ കാണുന്നവർ എന്താ വെച്ചാൽ നമ്മളുടെ വീഡിയോസൊക്കെ നല്ലോണം കാണാൻ നോക്കുക. കാര്യം നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ വാച്ച് ഹവേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ നോക്കുക പറ്റുന്നിടത്തോളം. 2x അല്ലെങ്കിൽ 2x ഇട്ട് കണ്ടാൽ മതി. കാര്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ കുറേ ഉണ്ടെന്നും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ 2x ഇട്ട് കാണുക. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് എന്താ പറയേണ്ടത് എന്താ എന്താ ഇതാക്കേണ്ടതെന്ന് എനിക്ക് കിട്ടണില്ല. വേഗം പറഞ്ഞു തീർക്കണമല്ലോ. അല്ലെങ്കിൽ ലോങ് വീഡിയോസോ ഷോർട്സൊക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത് ആരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറേ നാളായിട്ട് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് 10% പേർക്കെങ്കിലും അറിയും ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. എൻട്രൻസ്, ഞാനൊരു നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത ആളാണ്.
അപ്പം ഇറ്റ്സ് ബീൻ 1 year that have left my repeating period. ഇപ്പം ഈ മെയ് വരുമ്പോൾ ഞാൻ 1 കൊല്ലം ആവുകയാണ് റിപ്പീറ്റ് കഴിഞ്ഞിട്ട്. ഐ തിങ്ക് മെയ് 5-ലാണ് ഈ മെയ് 5-ലാണ് അടുത്ത നീറ്റ് വരാൻ പോണത്. അപ്പം കഴിഞ്ഞ ഏപ്രിലൊക്കെ ഞാൻ എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ ഇതൊക്കെ ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു എത്രത്തോളം ബാഡാണെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ലൈക്ക് അടുത്ത മെയ് ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം. കാര്യം വാസ് 3 year റിപ്പീറ്റ്. അപ്പോൾ ഒരു 3 കൊല്ലം ആ ഒരു എക്സാമിനെ കണ്ടു, അല്ലെങ്കിൽ എക്സാമിന് എക്സ്പീരിയൻസ് ചെയ്തു, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ ഒരു ഇതിൽ എനിക്ക് കുറച്ചെങ്കിലും ആൾക്കാരോട് അല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊന്നും പറ്റിയിട്ടില്ല. അത്ര ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. നോമ്പും എല്ലാം കൂടിയായിട്ട് ഭയങ്കര കൈൻഡ് ഓഫ് ക്ലംസി ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു വിഷയെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും ഇതാക്കാനും ഒക്കെ. കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാകുമ്പോൾ ഒന്നുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളത്.